അമ്മ ഞങ്ങളിപ്പം വഴക്കിടാത്തതാണോ പ്രശ്നം? ഞങ്ങളിപ്പോൾ സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ച് തുടങ്ങിയതാണോ പ്രശ്നം? അമ്മച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിൻ്റെ കുശുമ്പാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച്. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അനിയത്തി നൈസായിട്ട് ഗ്രീൻ ഹൗസിൽ നിന്ന് ഫുള്ളായിട്ട് മാറി. എന്നോടത് അവള് പറയുകയും ചെയ്തായിരുന്നു, നീ വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നൈസായിട്ട് എസ്കേപ്പ് അടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കെല്ലാം മനസ്സിലായെന്ന്. എന്ത് ഇതെല്ലാം തരികടയാണെന്ന് നമ്മൾ ഇന്നേ വരെ ഗ്രീൻ ഹൗസിൽ നിർബന്ധിച്ച് നിർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നിർബന്ധിക്കാൻ പോയിട്ടില്ല. അതുവരെ നിന്നതിനുള്ള പണിക്കാശും ലാഭവിഹിതവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കയറ്റി വെക്കും എന്റെ ഈശ്വര. എനിക്കിപ്പോ ഒരു നേരെയുള്ള വാരത്തരുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറയുന്നത്. ഇവനെയൊക്കെ 10 മാസം ചുമന്ന് പറ്റതൊക്കെ വെറുതെയാ. നമ്മള് ഒരു വർഷം പിടിച്ചൊന്ന് സിങ്കായിട്ട് വരാനായിട്ട് കേട്ടാ. സിങ്കായി തുടങ്ങിയപ്പോഴത്തേക്കും വീട്ടിൽ പ്രശ്നവും തുടങ്ങി, അമ്മയ്ക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങി. വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം പ്ലീസ്, എന്റെ ജീവിതം നശിപ്പിക്കരുത്. എന്റെ അമ്മ ഭയങ്കര സോഷ്യൽ മീഡിയ ഇങ്ങനെ കണ്ട് ഈ ഭയങ്കര തിയേറ്ററേറ്റ് സാധനങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ടൈപ്പാണ്. അതായത് ഈ കുശുമ്പ് ചെറ്റകളുടെ വീഡിയോസ്, ട്രോളോളി എന്ന് പോലും പറയാൻ പറ്റില്ല, അതിനേക്കാളും താഴേക്കിടയിലുള്ള അലന്ന വീഡിയോസ് ഒക്കെ കാണും. അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല, അവള് പഠിക്കാൻ നോക്കണില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല. ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. ഒരേ ഒരു പെങ്ങളല്ലാതെ നിനക്കുള്ളൂ, നിന്നെ നമ്മുടെ വയറ്റിൽ തന്നെയല്ലാതെ ഇവിടെ ജനിച്ചത്. ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് മോനെ കൊന്നിട്ടാണേലും മോനെ ശവം വീഴ്ത്തിയിട്ടാണേലും മരുമോളുടെ കണ്ണീര് കാണണമെന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്കിവിടെ മനസ്സിലാണ്. ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മച്ചി കംപ്ലൈന്റ് കൊടുത്തോളാം. അപ്പോൾ നിന്നെ പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുത്ത് നടക്കുന്നതല്ല എൻ്റെ പണി. ഞാനേ പ്രശ്നേഷ് അല്ലാന്ന്, നിന്നെ പോലെ പ്രശ്നേഷ് അല്ലാന്ന്. വെറുതെ അല്ല നിന്നെ ആൾക്കാർ പ്രശ്നേഷ് വിളിക്കുന്നതെന്ന്.